ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ കൺമണി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബലരാമൻ മാനസയെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ബലരാമന് ശക്തമായ ഭീഷണികൾ ഉള്ളതിനാലാണെന്നും മറ്റാരെയോ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്തോ അപകടം ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് മാനസയെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന കൃഷ് താൻ അതിന് സമ്മതിക്കില്ലെന്ന് തന്നെ വാശി പിടിക്കുകയാണ്. എന്നാൽ ബലരാമൻ കൃഷ്ണനോട് ഇവിടെ നിന്ന് പോകാൻ ആവശ്യപ്പെടുകയാണ്. ഇതിനെക്കുറിച്ച് ഇനി ഒരു ടോക്കിന്റെ ആവശ്യമില്ല. പക്ഷെ കൃഷ് പറയും, ഞാൻ ഇവിടുന്ന് പോകാം, പക്ഷെ ഒറ്റയ്ക്കല്ല, ഞാൻ ഏട്ടനെയും കൂട്ടിയിട്ടേ ഇവിടെ നിന്ന് പോകും. അതും പറഞ്ഞുകൊണ്ട് ബലരാമനെ പിടിച്ചു വലിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നതും ബലരാമൻ കൂടെ പോകുന്നില്ല. കൃഷ്ണനോട് ദേഷ്യപ്പെടുക തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് പോകാനും ആജ്ഞാപിക്കും. പക്ഷെ കൃഷ് പറയും, വാശിയോടെ തന്നെ പറയും, ഞാൻ ഇവിടെ നിന്ന് പോകില്ല, കാരണം ഞാനും സാഗറിന്റെ മകൻ തന്നെയാണ്, പറഞ്ഞതാണെന്ന്. ഇത്രയും കേൾക്കുന്നതും തൈ കിടന്ന ബലരാമനാണെങ്കിൽ കൃഷിന്റെ ചെകിടത്ത് നോക്കി അടിച്ചു പോവുകയാണ്. ബലരാമന്റെ ഈ പ്രവൃത്തി കൃഷിലും വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നു. ബലരാമനാണെങ്കിലും കൃഷിനെ അടിച്ചു പോയതോർത്ത് വിഷമമുണ്ട്. പിന്നീട് കൃഷ്ണനോട് സോറിയൊക്കെ പറഞ്ഞു ചെല്ലും, ക്ഷമിക്കണമെന്ന് പറയും. എന്നാൽ കൃഷി ഇമോഷണൽ ആയിക്കൊണ്ട് തന്നെ പറഞ്ഞു, നിങ്ങൾ എന്നോട് ക്ഷമയൊന്നും ചോദിക്കണ്ട, നിങ്ങൾ എന്റെ ഏട്ടനാണല്ലോ, എന്നെ തല്ലാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഏട്ടൻ എന്നെ തല്ലിയതിലൂടെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു, ഏട്ടൻ വലിയൊരു കുഴപ്പത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അത് ചെറുതല്ല, വളരെ വലുതാ. പിന്നീട് വിഷമിച്ചിരിക്കുന്ന ബലരാമന്റെ അടുത്ത് എന്ന് കൃഷി ശാന്തനായിക്കൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഏട്ടൻ ഒരു വലിയ കുഴപ്പത്തിലല്ലേ ഇപ്പോൾ ഉള്ളത്, അതെന്താണെന്ന് എന്നോട് പറഞ്ഞൂടെ എന്ന്. ബലരാമനും പറയുന്നുണ്ട്, അതേടാ, നീ പറയുന്നത് സത്യമാണ്, പക്ഷെ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ഞാനല്ല, എന്റെ അനിയത്തി ഭാഗ്യശ്രീയാണ്. അവളുടെ ജീവൻ തുലാസിൽ കിടന്ന് ആടുകയാണ്. ഞാൻ മാനസയെ വിവാഹം ചെയ്യുന്നതിനനുസരിച്ചിരിക്കും അവള് ജീവിക്കണോ മരിക്കണോ എന്നുള്ളത്. ഇത്രയും കേൾക്കുന്ന കൃഷ് ഒന്ന് തെളിച്ചു പറയാൻ ബലരാമനോട് ആവശ്യപ്പെടുമ്പോൾ ബലരാമൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃഷ്ണനോട് തുറന്നു പറയാൻ തുടങ്ങുകയാണ്. ഞാൻ പറയാം, സത്യത്തില് എനിക്കിത് ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയുകയും വേണം. അല്ല, ആരോടെങ്കിലും അല്ല, നിന്നോട് തന്നെ എനിക്ക് പറയണം. ചില കാര്യങ്ങൾ നിന്നെ അറിയിക്കാൻ വേണ്ടി ഒരാൾക്ക് നിന്റെ നമ്പർ ഞാൻ കൊടുത്തിരുന്നു. നിന്റെ വരവ് കാത്ത് ഞാൻ കഴിയുകയും ചെയ്തു. ഇതൊക്കെ കേട്ട് നമ്മളിനി എന്താണ് ചെയ്യുക എന്ന് ചോദിക്കുന്ന കൃഷ്ണനോട് അത് ഞാൻ പറയാം, പക്ഷെ നീ എന്റെ കൂടെ വേണോ എന്ന് ബലരാമൻ ആവശ്യപ്പെടുമ്പോൾ ബലരാമനോട് പറയാൻ തന്നെ പറയുകയാണ് കൃഷ്. അങ്ങനെ ബലരാമൻ എല്ലാ കാര്യങ്ങളും നടന്ന സംഭവങ്ങളും മുഴുവൻ കൃഷുമായിട്ട് പങ്കുവെക്കുകയാണ്. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഭാഗ്യശ്രീയുടെ അവസ്ഥ എത്ര ഭീകരമാണെന്ന് നിനക്കിപ്പോ മനസ്സിലായില്ലേ കൃഷ്? മാനസയെ വിവാഹം കഴിച്ചാലേ എനിക്ക് എന്റെ അനിയത്തിയെ രക്ഷിക്കാൻ പറ്റൂ. ഉടനെ കൃഷി അങ്ങോട്ട് ചോദിക്കുകയാണ്, ഭാഗ്യശ്രീ ഏട്ടന്റെ അനിയത്തിയാകുമ്പോ അവൾ എന്റെയും കൂടെ അനിയത്തിയല്ലേ, പിന്നെ ആ കില്ലർ വീഡിയോ കോൾ വിളിച്ചെന്ന് പറഞ്ഞല്ലോ, അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഉണ്ടെന്ന് മറുപടി കൊടുക്കുകയാണ് ബലരാമൻ. ബലരാമൻ പിന്നീട് അത് കൃഷിന്റെ ഫോണിലേക്ക് അയച്ചും കൊടുക്കുന്നു. തുടർന്ന് ബലരാമന് കൃഷി ഒരു ഉറപ്പ് കൊടുക്കുകയാണ്, ഏട്ടാ, ഭാഗ്യശ്രീയെ നമ്മൾ രക്ഷിക്കും, അതുകൊണ്ട് നമുക്കിപ്പോ വീട്ടിലേക്ക് പോകാം. അത് കേൾക്കേണ്ട നിമിഷം ബലരാമൻ കൃഷ്ണനോട് ചോദിക്കുകയാണ്, എന്നിട്ട് എന്തിനാ അച്ഛനോടും അമ്മയോടും ഒക്കെ പറഞ്ഞ് വേഗം രജിസ്റ്റർ ഓഫീസിലേക്ക് പോകാനാണോ? എന്നാൽ കൃഷി പറയുന്നത്, നമ്മൾ ഒരു രജിസ്ട്രാർ ഓഫീസിലേക്ക് പോകുന്നില്ല, ഏട്ടൻ ആ ഭൂലോക ക്രിമിനലിനെ വിവാഹം ചെയ്യുന്നുമില്ല, കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം, അതിനുവേണ്ടി നമുക്ക് വീട്ടിലേക്ക് പോകാം. എന്നാൽ കൃഷി അങ്ങനെ പറയുന്നതൊന്നും ബലരാമന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഭാഗ്യശ്രീയുടെ ജീവൻ ഭാഗ്യപരീക്ഷണത്തിന് വിട്ടിട്ട് മറ്റെന്തെങ്കിലും മാർഗം നോക്കാമെന്ന് പറഞ്ഞാലേ അതൊന്നും നടപ്പാക്കുന്ന കാര്യമല്ല. എനിക്ക് എന്റെ ജീവിതമല്ല, ഭാഗ്യശ്രീയുടെ ജീവനാണ് പ്രധാനം. നാളെ ഞാനും മാനസും തമ്മിലുള്ള കല്യാണമാണ്, അത് നടക്കണം. എന്നാൽ താൻ അതിനെ സമ്മതിക്കില്ലെന്ന് തന്നെ തീർത്തും പറയുകയാണ് കൃഷ്. തന്റെ കൂടെ വരാൻ തന്നെ കൃഷി പിന്നെയും നിർബന്ധം പിടിക്കുമ്പോൾ ബലരാമൻ പറയുന്നത് ഇങ്ങനെയാണ്, എനിക്ക് നിന്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും അറിയില്ല. ഭാഗ്യശ്രീയെ രക്ഷിക്കാൻ ശ്രമിച്ചാലോ പോലീസിലോ മറ്റാരെങ്കിലും വിവരം അറിയിച്ചാലോ അത് അപകടമാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാനിവിടെ തളർന്നിരിക്കുന്നത്. അവളെ കണ്ടെത്താൻ നിന്റെ കൂടെ ഞാനും കൂടെ പുറപ്പെട്ടാൽ അത് അപകടമാണ്. അവരെവിടെ നിന്നൊക്കെയോ എന്റെ ഓരോ ചലനങ്ങളും വാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ ഒരു അടി വെച്ചാൽ പോലും അത് അവരറിയും. എനിക്ക് അവളെ കൊലയ്ക്ക് കൊടുക്കാൻ പറ്റില്ലടാ കൃഷ്. ബലരാമന്റെ ഈ നിസ്സഹായാവസ്ഥ കൃഷിനും മനസ്സിലാകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് കൺമണിയോട് ഒരു എമർജൻസി കാര്യം പറയാനുണ്ടെന്ന് കൃഷി പറഞ്ഞതനുസരിച്ച് കൺമണി അരികിൽ തന്നെ വെയിറ്റ് ചെയ്യുകയാണ് കൃഷിന് വേണ്ടിയിട്ട്. പിന്നീട് കൃഷി വിഷമത്തോടെ വന്നിരിക്കുമ്പോൾ കൺമണി കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ്. ഭാഗ്യശ്രീയുടെ കാര്യമാണ്, നമ്മളിപ്പോ എന്താ ചെയ്യുക എന്ന് കൃഷി പറഞ്ഞത് കേട്ട് ഭാഗ്യശ്രീക്ക് എന്താ പറ്റിയതെന്ന് ചോദിക്കുന്ന കൺമണിയോട് കൃഷി ആ കാര്യം പറയുകയാണ്. കൺമണി, ഭാഗ്യശ്രീ വലിയൊരു ട്രാപ്പിലാണിപ്പോ. ഭാഗ്യശ്രീ ട്രാപ്പിലാണെന്ന് കേൾക്കുന്നതും കൺമണിക്കും ടെൻഷൻ ആവാൻ തുടങ്ങി. കാര്യം എന്താണെന്ന് പറയാൻ ആവശ്യപ്പെടുമ്പോ കൃഷി പിന്നെ കൺമണിയോടും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ്. ഇതൊക്കെ കേട്ട് കൺമണി ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. ഭാഗ്യശ്രീയെ രക്ഷിക്കണമെന്ന് കരുതുന്ന കൃഷ് പോലീസിൽ അറിയിക്കാമെന്നൊക്കെ ഒരു നിമിഷത്തേക്ക് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ പോലീസിലെങ്ങാനും അറിയിച്ച അത് അവളുടെ ജീവൻ അപകടത്തിലാക്കുമെന്ന് മനസ്സിലാക്കുമ്പോൾ പിന്നെ എന്ത് ചെയ്യണമെന്ന് കൺമണിയോട് തന്നെ ചോദിക്കുകയാണ്. അപ്പൊ കൺമണി കൃഷ്ണനോട് പറയുന്നുണ്ട്, ബലരാമേട്ടൻ അവര് വിളിച്ച വീഡിയോ കോൾ റെക്കോർഡ് ചെയ്തെന്നല്ലേ പറഞ്ഞത്, നമുക്ക് അതുമായിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലോ? എന്നാൽ അതെല്ലാം ഞാൻ കേട്ട് നോക്കിയതാണെന്നും പക്ഷെ അവരാരാണ് എന്താണെന്നുള്ളതൊക്കെ അവര് വിദഗ്ധമായി ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുക എന്ന് കൃഷി പറയുന്നുണ്ടെങ്കിലും ആ കോൾ എന്നാലും നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം, എന്തെങ്കിലും ഒരു
ഒരു ക്ലൂ കിട്ടാതിരിക്കില്ലെന്നാണ് കൺമണിയുടെ അഭിപ്രായം. അങ്ങനെ അവർ ആ വീഡിയോ കോളിന്റെ റെക്കോർഡിംഗ് ഒന്നുകൂടെ പ്ലേ ചെയ്ത് കാണുകയാണ്. കൺമണിക്ക് ആ സ്ഥലം കണ്ടപ്പോഴത്തേക്കും ഇതാ പഴയ പള്ളിയുടെ പുറകിലുള്ള ബിൽഡിംഗ് അല്ലേ, അവിടെ നമ്മൾ ഇതുപോലൊരു വീട് കണ്ടിട്ടുണ്ട് എന്നൊക്കെ തോന്നിപ്പോകുമ്പോൾ കൃഷി ചോദിക്കുന്നുണ്ട്, എന്നാലും ആ വഴി ഇങ്ങനെ ഒരു വീടില്ലല്ലോ എന്ന്. പക്ഷെ കൺമണി ഉറപ്പിച്ച് തന്നെ പറയും, അല്ല സാർ, ഇത് ആ വഴിയിൽ തന്നെ. നമ്മൾ അവിടെ പോയി സെർച്ച് ചെയ്താൽ നമുക്ക് അവളെ കിട്ടും, ഇല്ലെങ്കിൽ ആ പരിസരത്ത് എവിടെയെങ്കിലും കാണും. നമുക്ക് എത്രയും പെട്ടെന്ന് പോയി നോക്കാമെന്ന് തന്നെ കൺമണി ആവശ്യപ്പെടുകയാണ് കൃഷിനോട്. അങ്ങനെ കൺമണി പറഞ്ഞതനുസരിച്ച് കൃഷി ഒറ്റയ്ക്ക് പുറപ്പെടുന്നതും കൃഷിനെ ഒറ്റയ്ക്ക് പറഞ്ഞയക്കാൻ മനസ്സില്ലാത്ത കൺമണി ഞാനും കൂടെ വരാമെന്ന് പറയുകയാണ്. എന്നാൽ കൃഷി അതിന് സമ്മതിക്കുന്നില്ല. നീ വരണ്ട കൺമണി, അവിടെ മുഴുവൻ ക്രിമിനൽസ് ആയിരിക്കും, താൻ വന്നാൽ ശരിയാവില്ല, അത് ഡേഞ്ചറാ. എന്നാൽ കൺമണി ധൈര്യത്തോടു കൂടി തന്നെ, ഒരു കുഴപ്പമില്ല സാറ് വന്നേ, ഞാനും കൂടെ വരാം. അവിടെ ക്രിമിനലുകൾക്കിടയിൽ ഒരു പെണ്ണ് ജീവന് വേണ്ടി കേഴുകയാണ്. അതോർക്കുമ്പോൾ എനിക്ക് എങ്ങനെ ഇവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റും? അതുകൊണ്ട് സാറ് തടസ്സം നിൽക്കരുത്. എന്തായാലും ഞാനും ഒപ്പമുണ്ട്. കൂട്ടത്തിൽ മഹിയെയും കൂടെ വിളിച്ചു വരുത്താൻ തുടങ്ങുന്നുണ്ട് കൺമണി. ഗോകുലും ശ്രീനിയും ഒക്കെ മനോജിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അച്ഛൻ താമസിക്കുന്നത് കണ്ടിട്ട് ഗോകുല് പറയുന്നുണ്ട് ശ്രീനിയോട്, അച്ഛൻ എന്തായി താമസിക്കുന്നത്? അത് പിന്നെ ദൂരത്തുനിന്ന് വരുമല്ലേ മോനെ, വണ്ടിയൊക്കെ ലേറ്റ് ആവും എന്ന് പറഞ്ഞ് ഗോകുലിനെ സമാധാനിപ്പിക്കുകയാണ് ശ്രീനി. അതേസമയം ധനലക്ഷ്മി വന്നിട്ട്, നീ എന്താ ഇവിടെ തന്നെ ഇരിക്കുന്നത്, നിനക്ക് പഠിക്കാനൊന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോ, അച്ഛനൊന്ന് വന്നോട്ടെ അമ്മേ, എത്ര നേരമായിട്ട് ഞാൻ കാത്തിരിക്കുക. അതേസമയം ധനലക്ഷ്മി പറഞ്ഞു കൊടുക്കുന്നുണ്ട് മനോജേട്ടൻ വരാൻ വൈകുമെന്ന്, കാരണം പർച്ചേസിംഗ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും താമസിക്കും. കൺമണിയുടെ കല്യാണത്തിന് എടുക്കാൻ വേണ്ടിയിട്ടേ എനിക്ക് വേണ്ടി പട്ടുസാരിയൊക്കെ വാങ്ങിച്ചിട്ടേ വരും. അതുപോലെ നിനക്കും അച്ഛനും അമ്മായിമാർക്കും ഉള്ള തുണികളൊക്കെ എടുക്കണ്ടേ, നല്ല തിരക്കായിരിക്കും കടകളിൽ, എത്താൻ വൈകും. അച്ഛൻ നമുക്കൊക്കെ വേണ്ടി ഡ്രസ് എടുത്തോണ്ട് വരുമല്ലോ എന്ന് സന്തോഷത്തോടെ പറഞ്ഞത് കേട്ട് പിന്നെ ഇന്നു മുതൽ കൺമണിയുടെ കല്യാണവാരം തുടങ്ങുകയല്ലേ. നമ്മുടെ കൺമണിയുടെ കല്യാണം ഒരു കുറവും ഇല്ലാതെ നമ്മൾ അടിച്ചു പൊളിക്കുമെന്നാണ് ധനലക്ഷ്മിയും ശ്രീനിയും കൂടെ പറയുന്നത്. അപ്പോഴേക്കും മനോജ് എത്തിക്കഴിഞ്ഞു. മനോജിനെ കണ്ടതും സന്തോഷത്തില് ഗോകുൽ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. എന്നാൽ ധനലക്ഷ്മി വന്നിട്ട് ചോദിക്കും, മനോജേട്ടൻ പർച്ചേസിംഗ് ഒന്നും നടത്തിയില്ലേ, എനിക്ക് സാരി ഒന്നും വാങ്ങിയില്ലേന്ന്. അതിന് മറുപടിയായി മനോജ് ഇന്നലെ കാശ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച, പക്ഷെ കിട്ടിയില്ല എന്നറിയിക്കുകയാണ്. അതേസമയം ധനലക്ഷ്മി ചോദിക്കുന്നത്, എങ്കിൽ പിന്നെ പൈസയൊക്കെ കിട്ടി ഡ്രസ്സുകളെല്ലാം വാങ്ങിച്ചിട്ട് വന്നാൽ പോരായിരുന്നു? ഇവനാണെങ്കിൽ പുത്തൻ ഉടുപ്പൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അച്ഛൻ വരുന്നത് നോക്കി കാത്തിരിക്കുകയായിരുന്നു. മനോജിന്റെ വിഷമം മനസ്സിലാക്കുന്ന ഗോകുല്, അത് സാരമില്ലെന്നും എനിക്കിഷ്ടം പോലെ വേറെ ഡ്രസ്സുകളുണ്ടല്ലോ, എനിക്കിനി പുതിയ ഡ്രസ്സുകളൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷെ ധനലക്ഷ്മി പറയും, നിനക്ക് വേണ്ടായിരിക്കും, പക്ഷെ എനിക്ക് വേണം. ധനലക്ഷ്മിയുടെ പരാതി കേട്ടിട്ട് മനോജ് സത്യാവസ്ഥ തുറന്നു പറയുകയാണ്. അച്ഛൻ ഉടനെ തന്നെ വരണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോ പർച്ചേസിംഗ് ഒന്നും നടത്താതെ തിരിച്ചു വന്നത്, ഇല്ലെങ്കിൽ ഞാൻ എല്ലാം വാങ്ങിയിട്ടേ വരുമായിരുന്നുള്ളൂ. ശ്രീനിയാണെങ്കിലും ധനലക്ഷ്മിയെ ആശ്വസിപ്പിച്ചുകൊണ്ട്, സാരമില്ല ധനലക്ഷ്മി, നമുക്കെല്ലാം വിശദമായിട്ട് സംസാരിക്കാം. മനോജ് കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കട്ടെ, യാത്ര കഴിഞ്ഞ് വരുന്നത് ക്ഷീണം കാണും. ധനലക്ഷ്മി വിഷമത്തോടു കൂടി മനോജിനോട് പറയുകയാണ്, ആരെ കൊടുത്താലും ആശ കൊടുക്കരുത് മനോജേട്ടാ. കയ്യിലുള്ള സ്വർണം മുഴുവൻ ഞാൻ രണ്ടാമതൊന്നും ആലോചിക്കാതെ കൺമണിക്ക് കൊടുത്തു കഴിഞ്ഞത്. ഞാൻ കണക്കൊന്നും പറയുന്നതല്ല, ചത്താലേ ശരി, ചെയ്ത കാര്യങ്ങളൊന്നും ഞാൻ വിളിച്ചു പറയുകയില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് എന്റെ ആഗ്രഹങ്ങൾ കൂടെ ഒന്ന് നടത്തി തരണമെന്ന്. ധനലക്ഷ്മിയുടെ വിഷമം മനസ്സിലാക്കുന്ന ഗോകുലൊക്കെ ആണെങ്കിലും ധനലക്ഷ്മിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞല്ലോ അമ്മേ പൈസ കിട്ടാത്തതുകൊണ്ടാണെന്ന്. പിന്നെന്താ ചോദിക്കുമ്പോ, പൈസ കിട്ടാത്തതുകൊണ്ടൊന്നുമല്ല, മനോജേട്ടൻ ശ്രമിക്കാഞ്ഞതാ. അങ്ങനെ പറഞ്ഞ് മനോജിനെ തന്നെ കുറ്റപ്പെടുത്തുകയാണ്. ഏതായാലും മനോജേട്ടൻ കുളിച്ചിട്ട് വാ, ഞാൻ ഭക്ഷണം റെഡിയാക്കി വെക്കാമെന്ന് പറഞ്ഞ് ധനലക്ഷ്മി അല്പം നീരസത്തോടു കൂടി തന്നെ അകത്തേക്ക് പോവുകയും ചെയ്യുന്നു. ധനലക്ഷ്മിയുടെ ഈ കുറ്റപ്പെടുത്തലുകളെല്ലാം കേട്ട് മനോജും പിന്നെ വിഷമിച്ചിരിക്കുകയാണ് ഉമ്മറത്ത്. അപ്പോ ശ്രീനിയൊക്കെ ആണെങ്കിലും മനോജിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ധനലക്ഷ്മി അത്രയും ആഗ്രഹിച്ചിരുന്നത് കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ, നീ അത് വിട്ടേക്ക്. അതെ അച്ഛാ, അച്ഛൻ വന്നിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനാ ഞാൻ ആഗ്രഹിച്ചത്, അതുകൊണ്ട് അച്ഛൻ അകത്തേക്ക് വരാൻ പറഞ്ഞ് മനോജിനെ സന്തോഷത്തോടെ കൂട്ടിക്കൊണ്ടു പോകാൻ നോക്കുകയാണ് ഗോകുലും ശ്രീനിയും ഒക്കെ. അതേസമയം മനോജ് കൺമണിയെ പറ്റി തിരക്കുന്നുണ്ട്. കൺമണി കൃഷ് സാറിനോടൊപ്പം ഉണ്ടെന്നും ഇന്നെന്തോ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടെന്നാണ് അവൾ പറഞ്ഞത്. ഓഫീസ് കാര്യങ്ങളായിരിക്കുമെന്നൊക്കെ മനോജിനെ ശ്രീനി അറിയിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം നമ്മുടെ ഭാഗ്യശ്രീ തടവിലായ സ്ഥലത്തേക്ക് മഹിയും കൃഷും കൺമണിയും എല്ലാം റിസ്ക് എടുത്ത് നുഴഞ്ഞു കയറുകയാണ്. ശത്രുക്കൾ അറിയുന്നതിന് മുമ്പ് അവളെ അവിടെ നിന്ന് മാറ്റണമെന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. കൺമണിയുടെ വീട്ടിൽ മനോജ് ഭക്ഷണം കഴിക്കാനിരിക്കുന്നതും ഗോകുലും അടുത്ത് എന്ന് ഇരിക്കുന്നുണ്ട്. മോനും കഴിക്കുന്നു പറഞ്ഞ് മനോജ് ഗോകുലിന് പ്ലേറ്റ് എടുത്ത് കൊടുക്കുന്നതും ഗോകുല് പറയുന്നത് ഞാൻ കഴിച്ചു കഴിഞ്ഞു, പിന്നെന്തിനാ ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞെന്ന് മനോജ് ചോദിക്കുമ്പോൾ, അത് പിന്നെ അച്ഛൻ കഴിക്കുമ്പോൾ കൂടെ ഇരിക്കാലോ എന്ന് വെച്ച് പറഞ്ഞതാ. അച്ഛൻ ആഹാരം കഴിക്കുമ്പോൾ അടുത്തിരുന്ന് വർത്താനം പറയാൻ നല്ല രസമാണ്, പല ദിവസവും ഞാൻ അച്ഛനെ സ്വപ്നം കാണും എന്നൊക്കെ ഗോകുല് പറഞ്ഞത് കേട്ട് മനോജിന് സന്തോഷമാവുകയാണ്. മനോജ് വളരെ സ്നേഹത്തോടെ ഒരു ഉരുള ചോറെടുത്ത് ഗോകുലിന്റെ വായിലേക്കും വെച്ചു കൊടുത്തു. അച്ഛൻ വാരി തരുന്നത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണെന്ന് ഗോകുല് പറയുകയും ചെയ്യുന്നു.
പിന്നീട് ധനലക്ഷ്മി അടുത്ത് ചെന്നിരുന്നിട്ട് പറയാണ്, മനോജേട്ടാ ഒരു കാര്യം പറയുമ്പോൾ ദേഷ്യമൊന്നും തോന്നരുത്. മനോജേട്ടൻ ചെയ്തത് തീരെ ശരിയായില്ല. ഒരുമാതിരി പറഞ്ഞു പറ്റിക്കുന്ന പോലെയായി. ക്യാഷ് കിട്ടാത്തതുകൊണ്ടാണെന്ന് മനോജ് വീണ്ടും പറയുന്നുണ്ടെങ്കിലും അങ്ങനെ പറഞ്ഞ എളുപ്പമായല്ലോ. ഇപ്പം മനോജേട്ടൻ ആഹാരം കഴിക്കാൻ വന്നു. എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ തോന്നിയില്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിലും നടന്നില്ല എന്ന് പറയുന്നത് എളുപ്പമാണ്, നടത്തി കാണിക്കുന്നതിലാണ് മിടുക്ക്. ഏതായാലും ധനലക്ഷ്മി ഇതും പറഞ്ഞ് മനോജിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ ഗോകുലിന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. മനോജിന് ഭക്ഷണം കഴിക്കാൻ പോലും സ്വസ്ഥത കൊടുക്കുന്നില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ ധനലക്ഷ്മിയോടൊന്ന് വെറുതെ ഇരിക്കാൻ വരെ പറയുന്നുണ്ട് ഗോകുല്. എന്നിട്ട് മനോജിനോട് ഭക്ഷണം കഴിക്കാൻ തന്നെ ഗോകുല് നിർബന്ധിക്കും. എന്നാൽ ധനലക്ഷ്മി പിന്നെയും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അച്ഛനോടും അമ്മായിമാരോടും കൺമണിയോടും ഒക്കെ മനോജേട്ടൻ ഇപ്പൊ ഒന്ന് ചോദിച്ചു നോക്ക്, ഞാൻ എങ്ങനെയാ ഇപ്പൊ വീട് നോക്കുന്നതെന്ന്. ഞാൻ അങ്ങോട്ട് കാണിക്കുന്ന ആത്മാർത്ഥത ഇങ്ങോട്ടും വേണമല്ലോ. ധനലക്ഷ്മി പറഞ്ഞു വരുന്നത് എന്തിലേക്കാണെന്ന് മനസ്സിലാക്കുന്ന മനോജ് പിന്നീട് ഭക്ഷണം കഴിക്കാനാവാതെ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. എന്നാൽ ഗോകുല് മനോജിനെ അവിടെ തന്നെ പിടിച്ചിരുത്താൻ ശ്രമിക്കും. എന്നിട്ട് അച്ഛൻ ആഹാരം കഴിച്ച് എണീക്കുന്നത് വരെയെങ്കിലും ധനലക്ഷ്മിയോടൊന്നും മിണ്ടാതിരിക്കാൻ പറയുകയാണ് ഗോകുൽ. ധനലക്ഷ്മിയുടെ ശല്യം കാരണം മനോജിന് ഭക്ഷണം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഗോകുല് നിർബന്ധിച്ചപ്പോൾ അവന് വേണ്ടി മാത്രം മനോജ് ചോറിന് മുന്നിലിരുന്നു. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ആഹാരം കഴിച്ചുകൊണ്ട് നിറഞ്ഞ കണ്ണുകളോടെ മനോജ് ചോദിക്കുകയാണ്, എന്റെ മനസ്സ് അനുഭവിക്കുന്ന ഈ വേദനയും അവസ്ഥയും അത് ആർക്കും മനസ്സിലാവില്ല എന്ന്. എന്നാൽ ധനലക്ഷ്മി പറയുന്നത്, ഈ അവസ്ഥയും ബുദ്ധിമുട്ടുകളൊക്കെ ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട്. ഇതിപ്പോ എന്റെ കാര്യം നോക്ക്, നിന്ന് തിരിയാൻ സമയമുണ്ടോ? പക്ഷെ ഞാൻ ആരെയും വിളിച്ചു പറയുന്നില്ല എന്നേ ഉള്ളൂ. ഓരോരുത്തർ കഴിവുകേട് മറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ അവസ്ഥയെക്കുറിച്ചും ജോലി ഭാരത്തെക്കുറിച്ചും ഒക്കെ പരാതി പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കും. ഏതായാലും മനോജ് തന്റെ നിസ്സഹായാവസ്ഥ പറഞ്ഞിട്ടും ധനലക്ഷ്മി തന്റെ സ്വഭാവം മാറ്റാതെ വീണ്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അതോടെ മനോജിന്റെ നിയന്ത്രണം വിട്ടു. കഴിച്ചു തുടങ്ങിയ ആഹാരം പാതി വഴിയിൽ നിർത്തി ദേഷ്യത്തോടെ മനോജ് അവിടെ നിന്ന് എഴുന്നേറ്റു. അത് കാണുന്ന ധനലക്ഷ്മി ചോദിക്കുകയാണ്, കാര്യം പറയുമ്പോ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന എന്തിനാ? മനോജേട്ടൻ ഇരിക്കേ, ഭക്ഷണം കഴിക്കേ. എന്നാൽ തനിക്കിനി ഒന്നും വേണ്ടെന്നും ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ലെന്നും പറഞ്ഞ് മനോജ് കൈ കഴുകാനായിട്ട് പോകുന്നു. ധനലക്ഷ്മിയുടെ ഈ പെരുമാറ്റം ഗോകുലിന് ഒട്ടും പിടിച്ചില്ല. അമ്മ നല്ല സ്വഭാവമായിട്ട് വന്നതല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ മാറിയതെന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് നല്ല സ്വഭാവം ആകുമ്പോഴാണ് ഇങ്ങനെ ചവിട്ടി തേക്കുന്നതെന്ന് ധനലക്ഷ്മി അതിനൊരു ന്യായീകരണവും കൊടുക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് ഭാഗ്യശ്രീയെ പാർപ്പിച്ചിരിക്കുന്ന ആ രഹസ്യ താവളത്തിലേക്ക് അതീവ ജാഗ്രതയോടെയാണ് കൺമണിയും കൃഷും മഹിയും നുഴഞ്ഞു കയറിയത്. ഭാഗ്യശ്രീയെ ക്രൂരമായി കെട്ടിയിരിക്കുന്നത് കാഴ്ച കണ്ട് ഒന്നും ആലോചിക്കാതെ അവളെ മോചിപ്പിക്കാൻ ഓടിച്ചെന്നതായിരുന്നു മൂവരും കൂടിയിട്ട്. എന്നാൽ പെട്ടെന്നാണ് കാര്യങ്ങൾ കൈവിട്ടു പോയത്. മുഖംമൂടി ധരിച്ച ക്രിമിനലുകളെല്ലാം വടികളുമായിട്ടൊക്കെ കൃഷിനെയും മഹിയും കൺമണിയും ഒക്കെ തല്ലി ഓടിക്കാൻ ആഞ്ഞു. പക്ഷേ കൃഷും മഹിയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. മിന്നൽ വേഗത്തിലായിരുന്നു അവരുടെ പ്രത്യാക്രമണം. കിട്ടിയ വടികൾ പിടിച്ചു വാങ്ങിയും ഇടിമിന്നൽ പോലെയുള്ള പഞ്ചുകൾ നൽകി അവർ ആ ഗുണ്ടകളെ ഓരോരുത്തരായി നിലംപരിശാക്കി. അവസാനം ആ സംഘത്തിന്റെ തലവൻ എന്ന് തോന്നിപ്പിക്കുന്ന ആൾക്ക് നേരെ കൃഷി തിരിഞ്ഞു. ശക്തമായ ഒരു പോരാട്ടത്തിനൊടുവിൽ കൃഷ് അവന്റെ മുഖത്തെ മാസ്ക് വലിച്ചു കീറി. ആ മുഖം കണ്ടതും കൃഷി ഞെട്ടലോടെ ചോദിക്കുകയാണ്, നീയോ എന്ന്.